Hello students, ഇന്ന് ബയോളജി എക്സാം നിങ്ങളത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസുകൾ മാത്രം നമ്മൾ പറയാത്തതുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നലത്തെ മാരത്തോണും ഇന്നത്തെ റോക്കറ്റ് റിവിഷനും കണ്ട കുട്ടികൾക്ക് ഈ 30 മാർക്കിൽ 25 മാർക്കിൻ്റെ മുകളിൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ആ ക്വസ്റ്റ്യൻസുകളൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്നത് ഡാഷ് ഈസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ആനലിഡ്സ് എന്ന് പറയുന്നു. ആനലിഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ റെസ്പിറേറ്ററി പ്രോസസ് ഇൻ എ മാൻ ഹു ഈസ് ക്ലൈംബിങ് എ ഹിൽ? ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറുന്ന ഒരാൾക്ക് റെസ്പിറേറ്ററി പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുക? ബ്രീത്തിങ് റേറ്റ് കൂടൂലേ? സോ ഇൻക്രീസ് ദ റെസ്പിറേഷൻ റേറ്റ് ആണ്. ന്യൂമാറ്റിക് സ്കെലിറ്റൻ ഈസ് എ ഫീച്ചർ ഓഫ് ഏവ്സ്. പക്ഷികളുടെ ഫീച്ചറാണ് ന്യൂമാറ്റിക് ബോൺ, ഡിസ്കസ് ചെയ്തിരുന്നു. സെൻട്രൽ ക്യാവിറ്റി ഓഫ് സ്പോഞ്ചസ് ഈസ് കോൾഡ്, അതിന് പറയുന്ന പേരാണ് സ്പോഞ്ചോസീൽ എന്ന് പറയും. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ബൈ RBCs ഇൻ ബ്ലഡ്? അതായത് 97% ഓക്സിജൻ കൊണ്ടുപോകുന്നത് RBC ആണ്. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഫിഷസ് ഇൻ ടു ഓസ്റ്റിക് തൈസ് ആൻഡ് കോൺട്രിക് തൈസ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണത്. ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും തമ്മിലുള്ള ഡിഫറൻസുകൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഇതിന് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്റ്റിക് തൈസ് എന്ന് പറയുന്നത് ബോണി എൻഡോസ്കെൽട്ടൺ ഉള്ളത്, അത്തരത്തിലുള്ളതാണ് എക്സോസീറ്റസ്, ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയും. കോൺട്രിക് തൈസ് ഓക്കെ, അതായത് കാർട്ടിലേജസ് എൻഡോസ്കെൽട്ടൺ, അത്തരത്തിലുള്ളതാണ്. ഒരു എക്സാമ്പിളാണ് ട്രൈഗോൺ, സ്റ്റിംഗ്രേ എന്ന് പറയും, തിരണ്ടി മീൻ എന്ന് പറയും. നോക്കി എന്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്താണ്. എന്നാലും കുഴപ്പമില്ല, കാരണം നമുക്ക് 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. ഒരാൾ മലയുടെ മുകളിലോട്ട് കയറുമ്പോൾ അയാൾക്ക് എന്താണ് റെസ്പിറേറ്ററി പ്രോസസ്സ് സംഭവിക്കുക? ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി നോക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ് പെയർ. പ്ലനേറിയ ഫ്ലെയിം സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലെയിം സെൽസ്, അത് നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോക്രോച്ച്, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാൽപീജിയൻ ടിബ്യൂൾസ്, മാൽപീജിയൻ ടിബ്യൂളാണ് കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇനി ജോ പ്രസൻറ്റ് നാത്തോസ്റ്റൊമാറ്റ. ഓക്കെ, ജോ ഉള്ള താടിയലുള്ളതിന് നാത്തോസ്റ്റൊമാറ്റ, അതും ജോ ഇല്ലാത്തത് താടിയലില്ലാത്തതിന് നമ്മൾ എന്താ പറയുക? താടിയലില്ലാത്തതിന് പറയുന്ന പേരാണ് ഏനാദ. നമ്മൾ 2 ഡിവിഷൻ തന്ന് പഠിപ്പിച്ചിരുന്നു വെർട്ടിബ്രേറ്റയുടെ. സോ ഏനാദ എന്നാണ് പറയുക, ജോ ആബ്സെൻറ്റ്. താടിയലില്ലാത്തതിന് പറയുന്ന പേര് ഏനാദ എന്നാണ്. അടുത്ത് നോക്കാം. ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻ സ്ട്രക്ചർ ഓഫ് A ആൻഡ് B. A എന്ന് പറയണം, B എന്ന് പറയുന്ന പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് പറയണം. Aൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ക്വാട്ടേണറി സ്ട്രക്ചർ എന്നാണ് പറയുക. ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ, ഞാൻ HP എന്ന് കൊടുക്കാം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ ഒരു രണ്ടാമത്തെ നമുക്ക് പറയാൻ പറ്റും, ഇത് സെക്കൻഡറി സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ ഒരു ആൽഫ ഹെലിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സെക്കൻഡറി സ്ട്രക്ചറിൽ ആൽഫ ഹെലിക്സ് ആണ്. ഈ ആൽഫ ഹെലിക്സിൻ്റെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല, പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ആൽഫ കെരാറ്റിൻ എന്ന് പറയാം. നമ്മുടെ മുടിയിലൊക്കെ കാണുന്ന സംഗതി ആൽഫ കെരാറ്റിൻ. ഓക്കെ, ഇനി നോക്കൂ, ഒപ്പർക്കുലം, മാക്സ് ദ ഫോളോയിങ് ആണേ. ഒപ്പർക്കുലം എന്ന് പറയുന്നത് ഓസ്റ്റിക് തൈസ്. ഓക്കെ, ഗിൽ സ്ലിറ്റുകളെ കവർ ചെയ്യുന്ന സംഗതി ഒപ്പർക്കുലം. ഹെയേഴ്സ്, മെമാലിയ, മാമൽസിനുള്ള ഫീച്ചറാണ്. റാഡുല, നമ്മൾ ഇന്നലെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് പറഞ്ഞു, മൊളുസ്ക. ഓക്കെ, ഇനി കൊയാനോസൈറ്റ്സ്. ഓക്കെ, കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് കോളർ സെൽസ് എന്ന് പറയുന്നത് ആരുടെ ഫീച്ചറാണ്? പോരിഫറ. ഓക്കെ, കൊയാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് എന്ന് പറയും. അണ്ടർസ്റ്റുഡ്? ഇനി write whether the following statements are true or false. If the statement is wrong, correct it. ഇവിടെ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാം. ഇനി ഫാൾസ് ആണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും വേണം. ഡ്യൂറിങ് എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ, സമ്മർ സ്ലീപ്പിലും വിൻ്റർ സ്ലീപ്പിലും ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ ലങ്സ്. തെറ്റാണ്. ആ സമയത്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്കിന്നിലൂടെയാണ്. അതിന് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്നൊക്കെ പറയും. സ്കിന്നിലൂടെയാണ് റെസ്പയർ ചെയ്യുക. ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് ഇറ്റ് അബ്സോർബ് ത്രൂ സ്കിൻ. ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. ഫ്രോഗ് ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കളർ ടു ഹൈഡ് ദം ഫ്രം ദർ എനിമീസ്. ഇറ്റ് ഈസ് കോൾഡ് കാമോഫ്ലാഷ്. ശരിയാണ്. അപ്പോൾ അതിൽ ആകെ ഒരെണ്ണം മാത്രമേ നമുക്ക് തെറ്റുള്ളൂ, ബാക്കി രണ്ടും കറക്റ്റ് ആണടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ ഈ ചോദ്യം
വരും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞ കാര്യമാണ്. നോക്കൂ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദിസ് ഗ്രാഫ് കോൾഡ്? ഈ ഗ്രാഫിന് പറയുന്ന പേരെന്താണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഫൈൻഡ് ഔട്ട് ദ പ്രഷർ അറ്റ് വിച്ച് ഹീമോഗ്ലോബിൻ ഈസ് 30% സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ നമ്മൾ കണ്ടെത്തണം. എളുപ്പമല്ലേ? 30% നോക്കിക്കൂടെ? ഏതാ കണ്ടോ? ഇതിന് നമുക്ക് പറയാൻ പറ്റും ഏകദേശം 20 ആണ് ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ. 20 എന്ന് പറയും. ഓക്കെ, അതായത് 30% സാച്ചുറേഷൻ നടക്കുന്നത് എത്ര PO2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 20. ഇനി നോക്ക്, റൈറ്റ് ദ ഫോളോയിങ് ഫങ്ഷൻ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഇൻ ഫ്രോഗ്. നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ, കണ്ണിൻ്റെ മേലെയുള്ള നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ഇത് എന്തിനാണെന്നറിയോ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ പ്രൊട്ടക്റ്റ് ദം ഫ്രം വാട്ടർ. വെള്ളത്തിൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസ്പാരൻറ്റ് മെംബ്രെയിനാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. അപ്പോൾ ഈ വെള്ളത്തിലിരിക്കുന്ന സമയത്ത് ഇവർക്ക് വെള്ളത്തിനകത്തുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഉള്ളത്. പിന്നെ ഫീറ്റ് വിത്ത് വെബ്ഡ് ഡിജിറ്റ്, നമ്മൾ ഇന്നലെ വരച്ച് കാണിച്ചതാണ്. ഫീറ്റ് വിത്ത് വെബ്ഡ് ഡിജിറ്റ് അതെന്തിനാണെന്നറിയോ? സ്വിമ്മിങ്ങിന് സഹായിക്കുന്നതാണ്. ഇന്നലെ ഞാനത് വരച്ച് കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വിമ്മിങ്ങിന് സഹായിക്കുന്നതാണ്. അടുത്ത് നോക്കൂ, മസ്ക ഡൊമസ്റ്റിക്ക ഈസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. ലിസ്റ്റ് ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് ദ സയൻറ്റിഫിക് നെയിം. ഇന്ന് രാവിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് ഞാനിതാ, റൂൾസ് ഫോർ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ റൂളുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നെയിംസ് ആർ ജനറലി ടേക്കൺ ഫ്രം ലാറ്റിൻ, റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഫസ്റ്റ് നെയിം ജനറിക് നെയിം, സെക്കൻഡ് വൺ സ്പെസിഫിക് എപ്പിത്തറ്റ്. ജനറിക് നെയിം തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററും സ്പെസിഫിക് എപ്പിത്തറ്റ് തുടങ്ങുന്നത് സ്മോൾ ലെറ്ററിലുമാണ്. കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കണം. രാവിലത്തതും ഇന്നലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കണേ. എ നോർമൽ ഇലക്ട്രോകാർഡിയോഗ്രാം, ഒരു ECG തന്നിട്ടുണ്ട്. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ടി വേവ് റെപ്രസെൻറ്റ്? ഈ ടി വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാ. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ വിച്ച് ലീഡ്സ് ടു വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ എന്ന് പറഞ്ഞു. ഇനി, ഹൗ ക്യാൻ വൺ ഡിറ്റർമൈൻ ദ ഹാർട്ട് ബീറ്റ് റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ യൂസിങ് ഇലക്ട്രോകാർഡിയോഗ്രാം? നമ്പർ ഓഫ് QRS കോംപ്ലക്സ്. ഒരു ECGയിൽ എത്ര QRS കോംപ്ലക്സ് ഉണ്ടോ അതായിരിക്കും അയാളുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയാം. നമ്പർ ഓഫ് QRS കോംപ്ലക്സ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹാർട്ട് റേറ്റ് എന്ന് പറയാം. ഇനി അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അത്രയാണേ. അടുത്ത്, ബ്രീത്തിങ് ഇൻവോൾവ് 2 സ്റ്റേജസ്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ഇന്ന് രാവിലെയും കൂടെ നമ്മൾ എഴുതി വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. അതായത് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും പറയുന്ന 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഇൻസ്പിറേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യം ഇൻസ്പിറേഷനിൽ ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൻറ്റിയർ പോസ്റ്റീരിയർ ആക്സിസ് ഇൻക്രീസ് ആകും. അതേപോലെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്റ്റ് ആകും. റിബ്സും സ്റ്റെർണും മുകളിലോട്ട് പൊന്തും. ഓക്കെ, ഡോർസോ വെൻട്രൽ ആക്സിസ് ഇൻക്രീസ് ആകും. ഇതിനകത്തുള്ള പൾമണറി പ്രഷർ കുറയും. എയർ പുറമേ നിന്നുള്ളത് ഉള്ളിലേക്ക് കടക്കും. ഇതാണ് മെക്കാനിസം ഓഫ് ഇൻസ്പിറേഷൻ. ഇതേ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇനി, നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് പൾമണറി ഫംഗ്ഷൻ. ഏത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പൾമണറി ഫംഗ്ഷൻ അളക്കുക? സ്പൈറോമീറ്റർ എന്ന് പറയും. ഓക്കെ, സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൾമണറി ഫംഗ്ഷൻ അളക്കുക. ഇനി നോക്കൂ, കംപ്ലീറ്റ് ദ ടേബിൾ. ബ്ലഡ് ഗ്രൂപ്പ് A, അത് RBCയിൽ കാണുന്ന ആൻറ്റിജൻ ഏതായിരിക്കും എന്ന് പറയാം? ആൻറ്റിജൻ A ആണ്. ഓക്കെ, പ്ലാസ്മയിൽ കാണുന്ന ആൻറ്റിബോഡി ആൻറ്റി B. ഇനി നോക്കിക്കോ, അപ്പോൾ ഇതിന് ആൻസർ A എന്നാണ് പറയാം. ഇനി അതേപോലെ തന്നെ B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ Bയും നോക്കിക്കോണേ, ആൻറ്റിജൻ B. Just a minute. ആൻറ്റിജൻ B, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ആൻറ്റിബോഡി A ആണ് വരിക. ഇനി അതേപോലെ തന്നെ AB ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ Aയും Bയും ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിബോഡി ഉണ്ടാവില്ല. O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ ഉണ്ടാവില്ല, പക്ഷേ ആൻറ്റിബോഡി ഉണ്ടാവും. ആൻറ്റി Aയും ഉണ്ട്, അതേപോലെ ആൻറ്റി Bയും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അണ്ടർസ്റ്റുഡ് എവരിവൺ? നോക്കൂ, ലേബിൾ ദ പാർട്സ് ലേബിൾഡ് മാർക്ക്ഡ് ആസ് ABCD. A എന്ന് പറയുന്നത് ഗ്ലോമറൂളസ് ആണ്. A എന്ന് പറയുന്നത് ഗ്ലോമറൂളസ്. ഓക്കെ, B എന്ന് പറയുന്നത് ബൗമൻസ് ക്യാപ്സ്യൂൾ. ഈ പാർട്സ് നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൗമൻസ് ക്യാപ്സ്യൂൾ. ഈ പാർട്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൗമൻസ് ക്യാപ്സ്യൂൾ. പിന്നെ അതേപോലെ തന്നെ ഈ C എന്ന് പറയുന്നത് ഇഫറൻ്റ് ആർട്ടീരിയോളാണ്. ഇഫറൻ്റ് ആർട്ടീരിയോൾ. ഓക്കെ, ഇനി അതേപോലെ ഈ ലാസ്റ്റ് വന്നിരിക്കണേ ഈ D ലേബിൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? കളക്റ്റിംഗ് ഡക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. നോക്കിയേ, എന്ത് ഈസി ക്വസ്റ്റ്യനാണ് വന്നിരിക്കണം നോക്കൂ. ഇനി അടുത്ത് നോക്ക്, ഈ ഒരു പിക്ചർ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫിഗർ ABC എന്ന് പറഞ്ഞു. എ എന്ന് പറയുന്നത് സീലോമീറ്റ് ആണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് സ്യൂഡോ സീലോമീറ്റ് ആണ്, ഫാൾസ് സീലോമാണിത്, സ്യൂഡോ സീലോമീറ്റ്. ഇനി ഞാൻ സി എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയടാ, സി എന്ന് പറയുന്നത് എസീലോമീറ്റ് ആണ്, ബോഡി ക്യാവിറ്റി ഇല്ലാത്തവരാണിത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ നെയിം ദ ഫൈലം, റൈറ്റ് ദ നെയിംസ് ഓഫ് ഫൈലം വിച്ച് പൊസസ് ഇച്ച്, ഓരോന്നും ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. ഈ സീലോമീറ്റ് കാണാൻ കഴിയുക അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ. അതിൽ നമുക്ക് അനലിഡ തുടങ്ങിയിട്ടുള്ളതെല്ലാം സീലോമീറ്റാണ്. ഇനി സ്യൂഡോ സീലോമീറ്റ് വരുന്നത് ആർക്കാണ്? ആഷ് ഹെൽമിന്തസിനാണ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്യൂഡോ സീലോമീറ്റ് വരുന്ന ഒരേ ഒരു ഫൈലം ആഷ് ഹെൽമിന്തസാ. എസീലോമീറ്റ് ആരൊക്കെയാണെന്നുള്ളത് ഇന്നലെ പറഞ്ഞാണ്, പോരിഫറ, സീലൻഡ്രേറ്റ, ടിനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 ഫൈലം എസീലോമീറ്റ് ആണ്, 5ാമത്തെ ഫൈലം സ്യൂഡോ സീലോമീറ്റ് ആണ്, 6ാമത്തെ തുടങ്ങി ലാസ്റ്റ് ഫൈലം വരെയുള്ളതൊക്കെ സീലോമീറ്റുമാണ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം ആൻ എൻസൈം? ഇന്നലെയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. നെയിം എനി 2 കൈൻഡ്സ് ഓഫ് കോഫാക്ടർ. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നും പറഞ്ഞു. 3 തരത്തിലുള്ള കോഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, 2 പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം, മെറ്റൽ അയോൺ. ഓക്കെ, 1 ഡിഫറൻസ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു വ്യത്യാസം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമല്ലേ? കാരണം കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ആണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോഫാക്ടറാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, അതായത് റൈറ്റ് 1 ഡിഫറൻസ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. കോഫാക്ടർ ഈസ് എ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ അമംഗ് ദ കോഫാക്ടറാണ്. 3 കോഫാക്ടറിലെ ഒരു കോഫാക്ടറാണ് ഇത് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. കേട്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ ഹീം എന്ന് പറയുന്നത്. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഇത് തന്നിട്ട് നമുക്ക് ഡിസീസ് ഏതാണെന്ന് കണ്ടെത്തണം. നോക്കൂ, ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം ഇൻ കൊറോണറി ആർട്ടറി. കാൽഷ്യം കൊറോണറി ആർട്ടറിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയും. അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നു. രണ്ടാമത് നോക്കണേ, അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ. അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ. ഓക്സിജൻ അളവ് കുറവ് കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് ആൻജൈന പെക്ടോറിസ്. ആൻജൈന പെക്ടോറിസ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ കാർഡിയോ വാസ്കുലർ ഡിസോർഡേഴ്സ് ആണ്. ഇനി ഹാർട്ട് നോട്ട് പമ്പിങ് ഇനഫ് ബ്ലഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ബോഡി. ഹാർട്ട് ഫെയിലർ, അതിന് പറയുന്ന പേരാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയും. അടുത്ത് നോക്കിക്കോണേ, അതായത് സഡൻ ഡാമേജ് ഓഫ് കാർഡിയക് മസിൽ, ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആകുന്ന കണ്ടീഷൻ. അടുത്ത് നോക്കൂ, ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. അതേതാണെന്നറിയോ? കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. കാർഡിയാക് അറസ്റ്റ് ആണത്. അടുത്താണ് ബ്ലഡ് പ്രഷർ എബവ് 140/90 mmHg. ഏതാണ് അറിയോ? ബ്ലഡ് പ്രഷർ എബവ് 140/90 mmHg എന്ന് പറയുന്നത് ഏതാ? ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പർ ടെൻഷൻ. അതിന് പറയുന്ന പേരെന്താണ്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയുണ്ട്. ക്ലിയർ അല്ലടാ? അടുത്തിലേക്ക് വരാം. നോക്കൂ, ഒബ്സർവ് ദ ഫിഗർ ഓഫ് ഓർഗാനിസം ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സിമെട്രി ഓഫ് ദ ഓർഗാനിസം. ഇത് ടെനോഫോറ എന്ന് പറയുന്ന ഒരു ഫൈലമാണ്. ഇതിന് സിമെട്രി പറയണത് ഇത് റേഡിയൽ സിമെട്രിയാണ്. എന്താ റേഡിയൽ സിമെട്രി? എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടുന്നതാണിത്. നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ടു. ഞാൻ പറഞ്ഞു ഏത് ഫൈലാന്നുള്ളത്, ടെനോഫോറ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ മെൻഷൻ എനി 2 salient ഫീച്ചേഴ്സ്. നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സാലിയൻ ഫീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനോടൊപ്പം നിങ്ങൾ ഒന്നും കൂടെ പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു സാലിയൻ ഫീച്ചേഴ്സ് ഞാൻ ആദ്യം പറയട്ടെ. കോംബു പ്ലേറ്റ്സ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ദം ഇൻ ലോക്കോമോഷൻ. കോംബു പ്ലേറ്റ്സ് 8 എക്സ്റ്റേണൽ റോ ഓഫ് കോംബു പ്ലേറ്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ എന്ന് പറയുന്നു. മാത്രമല്ല രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയടാ? ഓക്കെ, ഇതിന് രണ്ടാമത്തെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ബയോലൂമിനസൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ലേ? ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് എന്ന് പറയുന്നു. ബയോലൂമിനസൻസ് വിച്ച് ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. മക്കളെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. ഇന്നലെ ക്ലാസ് എടുത്തതും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഏറിയ പങ്കും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്, ഓക്കെ, ഈ ഒരു
ടോപ്പിക്കുകൾ നമ്മൾ ഇവിടെ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യും. നിങ്ങൾ ഇനി നമ്മളെ ക്ലാസ്സുകളൊക്കെ കാണുക. ഓക്കെ, നല്ല മാർക്കിലേക്ക് എത്തണമെങ്കിൽ ഓക്കെ, അത് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് മനസ്സിലാക്കിയവർക്ക് ഈ ക്ലാസ് നഷ്ടം വരില്ല, ഉറപ്പാണ്. ഈ ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കാണുമെന്ന് ഉറപ്പിക്കാം നമുക്ക്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ നിങ്ങളെ വെക്കേഷനൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഹോപ്പ് യു ആർ ഓൾ അണ്ടർസ്റ്റുഡ് വെൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.